നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. KSRTC ചെലവ് ചുരുക്കൽ എങ്ങനെയാണെന്ന് രണ്ടാഴ്ച കൊണ്ട് എല്ലാവർക്കും മനസ്സിലാവും. KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ശേഷം KSRTCയെ മാറ്റിമറിക്കാനുള്ള ഒരുക്കത്തിലാണ് KB ഗണേഷ് കുമാർ. KSRTCയെ ലാഭത്തിലാക്കൽ നടക്കുന്ന കാര്യമല്ലെന്നും എന്നാൽ നഷ്ടം കുറയ്ക്കാനും ചെലവ് ചുരുക്കാനും കഴിയുമെന്നും താഴെത്തട്ടിൽ വരെ താൻ എങ്ങനെയാണ് ചെലവ് ചുരുക്കുകയെന്ന് രണ്ടാഴ്ച കൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുമെന്നുമാണ് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഗണേഷ് കുമാർ പറഞ്ഞത്. ഒരുപാട് കടം വാങ്ങി അശാസ്ത്രീയമായി ഉപയോഗിച്ചതും പാഴ്ചിലവുകളുമാണ് KSRTCയെ നശിപ്പിച്ചത്. സ്പെയർ പാർട്സുകൾ ലോക്കൽ പർച്ചേസ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട്. അവിടെ അഴിമതിക്കും സാധ്യതയുണ്ട്. ഇതിന് കമ്മീഷൻ വാങ്ങുന്ന ആശാന്മാരുമുണ്ട്. KSRTC ജീവനക്കാരുമായും പെൻഷനേഴ്സുമായും സ്വകാര്യ ബസ് ഉടമകളുമായും ഒക്കെ സംസാരിക്കും. അനാവശ്യമായി പ്രവർത്തിക്കുന്ന ലൈറ്റും ഫാനും ഓഫാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടൽ വേണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ മൊഴി കൊടുത്ത ആളാണ് താനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സോളാർ കേസുമായി തനിക്ക് യാതൊരു ബന്ധമില്ലെന്നും തന്നെ ഒരു രീതിയിലും കേസിലേക്ക് വലിച്ചിഴയ്ക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഒരാളുടെയും പുറകെ നടന്ന് വേട്ടയാടുന്ന ആളല്ല, അത് ഇഷ്ടവുമല്ല, അതിനൊന്നും സമയവുമില്ല. പലരും എന്നെ വേട്ടയാടിയപ്പോൾ പോലും തിരിച്ചു ഒന്നും ചെയ്തിട്ടില്ല. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും അനുകൂലമായി ഞാൻ മൊഴി നൽകിയിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഞാൻ എൻ്റെ വീട്ടിലൊരു സോളാർ പാനൽ വെച്ചു, അതിന് പൈസയും കൊടുത്തു. വേറൊരു ബന്ധവും സോളാറുമായി എനിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് കൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് വളർച്ചയൊന്നും ഉണ്ടാകില്ല. ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത് തന്നെ നാണക്കേടാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടത്തി എന്ന് പ്രതിപക്ഷം പറയുന്നതാണ്. കൊട്ടാരക്കര കോടതിയിൽ കേസ് കൊടുത്തതും സാക്ഷി പറഞ്ഞതുമെല്ലാം കോൺഗ്രസുകാർ തന്നെയാണെന്ന് ഗണേഷ് കുമാർ പറയുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക്, തേടൈ ന്യൂസ്.